ഞാൻ സലാം MLA-യിലേക്ക് MLA ആകുന്നതിന് മുമ്പ് ഒരു കാലത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ്. ആ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ആളുകൾ എത്തുന്നു, അവരുടെ ആവശ്യങ്ങൾ വേഗത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു കാലം അത് നന്നായി അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളാണല്ലോ. എന്ത് തോന്നുന്നു, എന്ത് ആശ്വാസം, എന്ത് അഭിമാനം, എന്ത് സംതൃപ്തി, എന്താണ് MLA-ക്ക് തോന്നുന്നത്? ശ്രദ്ധ ഞാൻ വൈകി വന്നാണ് കയറിയത്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് തന്നെ തൊട്ട് മുമ്പ് ഒരു ബൈക്ക് ഒരു കുട്ടി ആക്സിഡൻ്റ് ആയി. ഞാൻ പിന്നെ എൻ്റെ വണ്ടിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് വന്നുകൊണ്ടാണ് ഇച്ചിരി വൈകിയത്. അതിൽ ഒന്ന്, ഈ ചർച്ച ഇങ്ങനെ കൈരളി സംഘടിപ്പിച്ചതിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നമ്മുടെ ചർച്ചയിൽ നേരിട്ട് പങ്കെടുത്തു. അദ്ദേഹം തന്നെ അതിൻ്റെ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട ഭാഗം അദ്ദേഹം സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, നമ്മുടെ സാങ്കേതിക വിദ്യയുടെ വളർച്ച, ശാസ്ത്രത്തിൻ്റെ വളർച്ച, അതിൻ്റെ സൗകര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും സാധാരണ മനുഷ്യർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന കൃത്യമായൊരു ഇടതുപക്ഷ കാഴ്ചപ്പാട് ഗവൺമെൻറ് നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ടെക്നോളജിയുടെ വളർച്ചയെല്ലാം ഇന്ത്യയിലെ ലോകത്തെല്ലാം മുതലാളിത്ത വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കാലത്ത് അതിന് തീർത്തും വിപരീതമായി ഒരു ബദൽ മാതൃകയായി തന്നെയാണ് കേരളത്തിലെ ഓരോ മേഖലയിലും, വിശേഷിച്ചിപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഭാഗമായി വളരെ മാതൃകാപരമായി സ്മാർട്ട് എന്ന സംവിധാനത്തിലൂടെ ഇപ്പോൾ നിശ്ചയമായിട്ടും വന്നിട്ടുള്ളത്. അതിലെ ബഹുമാനപ്പെട്ട മന്ത്രി അവസാന ഭാഗത്ത് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ സർവീസിനെ കുറിച്ചാണ് ആദ്യ ഭാഗം അദ്ദേഹം കൂടുതൽ സംസാരിച്ചു. അവസാന ഭാഗം പറഞ്ഞ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത്, ഭരണരംഗത്തുള്ള അഴിമതി അവസാനിപ്പിക്കാൻ 2016 അധികാരമേറ്റ ഇടതുപക്ഷക്കാലം തൊട്ട് കഴിഞ്ഞു. എന്നാൽ ഉദ്യോഗസ്ഥ മേഖലയിൽ ഇപ്പോൾ അഴിമതി തുടരുന്നുണ്ടായിരുന്നു കുറേയൊക്കെ. അത് ഏതാണ്ട് അതിൻ്റെ സാധ്യതകളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം കൂടിയാണ് സ്മാർട്ടിലൂടെ കൈവന്നിരിക്കുന്നത്. ഇപ്പോൾ പെർമിറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കണക്ക് പറഞ്ഞു. മണിക്കൂർ വരുമ്പോൾ 300 ചതുരശ്ര അടി അതിക്ക് താഴെ ഉള്ള ആ അളവിൽ വരുന്ന, വളരെ കുറഞ്ഞ അളവിലേക്ക് വരുന്നതെല്ലാം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അതിൻ്റെ പെർമിറ്റ് കരസ്ഥമാക്കാൻ പറ്റുന്ന സാഹചര്യം വരുന്നു. എന്നുവ അളവ് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ മനുഷ്യർ ഉണ്ടാക്കുന്ന വീട് നിർമ്മിക്കാൻ പോകുമ്പോൾ അത് ഏറ്റവും വേഗതയിൽ അവർക്ക് പെർമിറ്റ് ലഭ്യമാക്കാൻ പറ്റുന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറി. പലപ്പോഴും നഗരസഭയിലും പഞ്ചായത്തിലുമൊക്കെ അഴിമതിയുടെ സാധ്യത തുറക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇടമെന്ന് പറയുന്നത് ബിൽഡിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ടും കംപ്ലീഷനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണ്. അതിൽ അഴിമതിക്കാരായ ചില ഉദ്യോഗസ്ഥന്മാർ സ്വാഭാവികമായും ഇത്തരം സന്ദർഭത്തെയാണ് ഉപയോഗിച്ച് അഴിമതി കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു അഴിമതിക്കാരൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ സ്വഭാവം നല്ലപോലെയുള്ള ഉദ്യോഗസ്ഥന് പോലും ഇതിനകത്ത് സാധ്യതയില്ല എന്ന നിലയിലേക്കാണ് ഇത് വരുന്നത്. മറ്റൊന്ന്, ഇത്തരം സർവീസുകൾ ആധുനികമായ സൗകര്യം സാധാരണക്കാർക്ക് ലഭ്യമാക്കാൻ വേണ്ടി തന്നെയാണ് ഗവൺമെൻറ് ഇപ്പോൾ ഫോൺ നമ്മൾ ആരംഭിച്ചു. ഇപ്പോൾ പൂർണ്ണമായി എത്തിയിട്ടില്ല. പക്ഷേ ഫോൺ കൂടി വന്ന് കേരളത്തിലെ മുഴുവൻ വീടുകളിലേക്കും അത്തരം സൗകര്യങ്ങൾ കൂടി കൈവന്നാൽ, നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ഒരു ഓഫീസിലും പോകാതെ കേരളത്തിലെ എല്ലാ വിഭാഗം മനുഷ്യർക്കും അവരുടെ സർവീസ് വീട്ടിലിരുന്ന് ഓൺലൈനായി ലഭ്യമാക്കാൻ നേടാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പൂർണ്ണമായി വരുത്തുക എന്ന നിലയാണ്. ശരി, ഇതാണ് കേരളം മറ്റു പല രാജ്യങ്ങളോടുകൂടെ തന്നെ സാമ്യപ്പെടുത്തപ്പെട്ട നിലയിലേക്ക് എത്തുമെന്ന് നമ്മൾ പറയുന്നത്. സലം, ഞാൻ വരാം. കാരണം ഇതുപോലുള്ള ഒരു സന്ദർഭത്തിൽ വളരെ മികവോടെ ഒരു കാര്യം ആരംഭിക്കുമ്പോൾ എന്താണ് പബ്ലിക്കിൻ്റെ ഒരു പെർസെപ്ഷൻ, കാഴ്ചപ്പാട്, അല്ലെങ്കിൽ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ മന്ത്രിമാർക്കൊക്കെ കിട്ടുന്ന ഒരു അവസരം കൂടി എന്ന തരത്തിലാണ് ഞാൻ ലഘുവായി ഇതിനെ ഉപയോഗിച്ചത്. പ്രേംകുമാറിന് കൂടി മന്ത്രിയോട് എന്താണ് പറയാനുള്ളത്? ചോദ്യമുണ്ടോ? എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? ചോദ്യമല്ല, എനിക്ക് ഭയങ്കര, ഞാൻ വളരെ ഹാപ്പിയാണ്. എന്താ വെച്ചാല് വൃത്തി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് MP രാജേഷാണ്. ഒരു മണ്ഡലം വൃത്തിയാക്കിയിട്ട് നിയമസഭയിൽ എത്തിയ ആളാണ്. ഇപ്പൊ കേരളം മുഴുവൻ വൃത്തിയാക്കുന്ന യജ്ഞത്തിലേക്ക്. പക്ഷെ നാളെ മുതൽ ഗവൺമെന്റും മന്ത്രിയും ഫേസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ ഭയങ്കര രസമായിരിക്കും. അതായത് വില്ലേജ് ഓഫീസിൽ പോയി വരി നിൽക്കുന്നതിന്റെ നൊസ്റ്റാൾജി ഇല്ലാതായി പോവുകയാണ്. 12 മണിക്കൂർ കൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന്റെ നൊസ്റ്റാൾജി ഇല്ലാതായി പോകുമെന്ന് പറഞ്ഞിട്ട് സിൽവർ ലൈൻ വേണ്ടാന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു കാര്യം അത് കേൾക്കേണ്ടി വരും. അതിന് സമാധാനം പറയേണ്ടി വരും ഞാൻ വിചാരിക്കുന്നു. പിന്നെ വലിയൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്, നിങ്ങൾ ഈ പറഞ്ഞ കോടിക്കണക്കിന് ഫയലുകളിലെ ഡാറ്റയൊക്കെ എങ്ങനെയാണ് അമേരിക്കയ്ക്കൊക്കെ വിൽക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു സംശയവും വേണ്ട. നാളെ മാത്യു കുഴൽനാടൻ പത്രസമ്മേളനം നടത്താൻ എല്ലാ സാധ്യതയുണ്ട്. UDF അടുത്ത തവണ വരികയാണെങ്കിൽ ഈ പരിപാടി മുഴുവൻ അവസാനിപ്പിക്കുമെന്ന് നാളെയോ മറ്റന്നാളോ നമുക്ക് പ്രഖ്യാപനം കേൾക്കുകയും ചെയ്യാം. ഇതിനെയും കൂടെ നേരിടേണ്ടി വരും MP രാജേഷ് പത്രക്കാരുടെ മുന്നിലും ചാനൽ ചർച്ചയിൽ അല്ലെങ്കിലും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രയും ഫണ്ണിയായ രീതിയിലാണ് കേരളത്തിലെ മീഡിയയും കേരളത്തിലെ UDF-ഉം ഇങ്ങനെയുള്ള ഇന്നോവേറ്റീവായ ചേഞ്ചസിനോടെല്ലാം റെസ്പോണ്ട് ചെയ്യുന്നത്. അതും കൂടി എന്താ പറയുക, അതും കൂടി ഫേസ് ചെയ്യാനുള്ള ഒരു റെസിലിയൻസ് ഉണ്ടാവട്ടെ എന്ന് എനിക്ക് സന്തോഷത്തോടെ പറയാനുണ്ട്.